ആക്ഷനെ കുറിച്ചുള്ള പദ്ധതികളുടെ ആവിഷ്കാരമൊക്കെ തന്നെ ഇവിടെ നടന്നു തുടങ്ങിയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സ്ഥലത്തെ ഇപ്പം നിലവിലുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. പരിസരത്ത് തൊട്ടപ്പുറത്തും ഇപ്പുറത്തേക്കുമൊക്കെ നിൽക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾ പൂർണ്ണമായി നീക്കിയതിനു ശേഷം ഭാഗികമായി തകർന്ന കെട്ടിടങ്ങൾ പൂർണ്ണമായി മാറ്റിയതിനു ശേഷം പടിപടിയായി പൊളിച്ചു മാറ്റിയതിനു ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ ഇങ്ങോട്ടേക്ക് ബുൾഡോസർ ഇറക്കാൻ കഴിയുക. സൈനികരടക്കമുള്ള ഇത്തരത്തിൽ മുൻകാലങ്ങളിലൊക്കെ തന്നെ സമാന സ്വഭാവമുള്ള 4-5 ദിവസം ഇത്തരത്തിൽ നീണ്ടുനിന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ മനുഷ്യന്മാരെ തിരിച്ചറിഞ്ഞ് കണ്ടെത്തിയ അത്തരത്തിലുള്ള ഓപ്പറേഷനുകളിലൊക്കെ തന്നെ പ്രാഗൽഭ്യം തെളിയിച്ച സൈനികരെയൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് അവിടെ നിന്ന് ചൂരൽമലയിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരമാവധി സംഘടിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ശേഷിയുള്ള ഇവിടെ സംഘടിപ്പിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും ശേഷിയുള്ള വെളിച്ചം സൗകര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൊണ്ടുവരാനുള്ള രീതിയിലുള്ള തയ്യാറെടുപ്പുകളും ഇവിടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കർശന നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് ഇവിടെ ഇത്തരത്തിൽ ഈ വൈകിയ വേളയിലും ഓപ്പറേഷൻ തുടങ്ങുന്നത്. നമ്മൾക്ക് കാണാം, നമ്മൾക്ക് തൊട്ടു മുൻപിലായി ഇത്തരത്തിൽ ഇവിടെ ബുൾഡോസറുകൾ എത്തി ഭാഗികമായി തകർന്ന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി താഴേക്ക് വാഹനങ്ങൾക്ക് പോവാൻ എന്നതിന് അനുയോജ്യമായ ഒരു ടെറൈൻ ഒരുക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യഘട്ടം എന്ന രീതിയിൽ ഇപ്പോൾ ഇവിടെ ഭാഗികമായി തകർന്ന കെട്ടിടങ്ങൾ പൂർണ്ണമായും പൊളിച്ചു മാറ്റുന്നതിനുള്ള നടപടികളായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം പിന്നീട് ഇവിടെയുള്ള കെട്ടിടാവശിഷ്ടങ്ങളൊക്കെ തന്നെ നീക്കം ചെയ്യും. അതിനുശേഷമായിരിക്കും എസ്കലേറ്ററുകളും ഹിറ്റാച്ചികളും ആ വീട്ടിലെ 2 പേർ ഇപ്പോഴും കാണാമറയത്താണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോഴും ഒരു പ്രതീക്ഷയുടെ കണിക നിലനിൽക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നൊക്കെ തന്നെ മുൻകാലങ്ങളിലൊക്കെ തന്നെ സമാനമായ വലിയ ബുദ്ധിമുട്ടുകൾ ഉത്തരാഖണ്ഡ് അടക്കമുള്ള നിരവധി സ്ഥലങ്ങളിൽ വലിയ ഭൂചലനം ഉണ്ടായിട്ടുള്ള നിലനിൽക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നൊക്കെ തന്നെ മുൻകാലങ്ങളിലൊക്കെ തന്നെ സമാനമായ വലിയ ബുദ്ധിമുട്ടുകൾ ഉത്തരാഖണ്ഡ് അടക്കമുള്ള നിരവധി സ്ഥലങ്ങളിൽ വലിയ ഭൂചലനം ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ 5-6 ദിവസം കഴിഞ്ഞ് ആളുകളെ കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്ന് വീണ്ടെടുത്ത ചരിത്രമുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എയർ പോക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ അനുകൂലമായിരുന്നാൽ അവർക്ക് ശ്വാസോച്ഛ്വാസത്തിനുള്ള ഒരു അവസ്ഥയുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ മനുഷ്യന് നിൽക്കാനുള്ള ഒരു സാധ്യത അവിടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ ഇത്തരത്തിൽ ഒരു മനുഷ്യ സാന്നിധ്യം കണ്ടെത്തിയാൽ തന്നെ എത്രയും പെട്ടെന്ന് വേണ്ട വൈദ്യസഹായം നൽകുന്നതിന് അനുയോജ്യമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേരാനുള്ള സംവിധാനങ്ങളും ഇപ്പോൾ ബെയിലി പാലത്തിനപ്പുറത്ത് നിൽക്കുന്ന സൈനിക ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. കാരണം നമ്മൾക്കറിയാം 4 ദിവസത്തിലധികമായി ഇത്ര വലിയ ദുരന്ത ഭൂമിയിൽ ഇനി അവിടെ ഒരാളെ കണ്ടെത്തുകയാണെങ്കിൽ ഇത്തരത്തിൽ ഭക്ഷണവും വെള്ളവും കിട്ടാതെ ഏറെ തളർന്ന അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ ജീവൻ വീണ്ടെടുക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെയായിരിക്കും ഇവിടെ ആദ്യം തന്നെ തയ്യാറാക്കുക അല്ലെങ്കിൽ മാത്രമല്ല ഇവിടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അവർ മറ്റു പല സാധ്യതകളും പറയുന്നുണ്ട്. പൊതുവെ വെള്ളത്തിലും ചളിയിലൊക്കെ തന്നെ കഴിയാൻ കഴിയുന്ന ചില മത്സ്യങ്ങളുണ്ട്, പാമ്പുകളും തവളകളും ഒക്കെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി അത്തരത്തിൽ ഒരു ജീവജാലത്തിന്റെ ശ്വാസോച്ഛ്വാസത്തിന്റെ ഉയർന്ന സിഗ്നലാണ് നേരത്തെ ഈ പ്രദേശത്ത് നിന്ന് ലഭിച്ചത് എന്ന് ആണ് പറഞ്ഞത്. പക്ഷേ ഇത്തരത്തിൽ ഇവർക്ക് ഉയർന്ന ഉദ്യോഗസ്ഥർക്കും ഇവിടെ എത്തിയിട്ടുള്ള സാങ്കേതിക വിദഗ്ധർക്കടക്കം ലഭിച്ച നിർദ്ദേശം ഇത്രയാണ്. കാരണം ഇവിടെ ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യജീവന്റെ കണികയെങ്കിലും ഇവിടെയുണ്ടോ എന്ന് ഏറ്റവും അടിത്തട്ടിൽ വരെ പോയി പരിശോധിച്ച് കണ്ടെത്തേണ്ട ഒരു കൃത്യമായിട്ടുള്ള ഒരു ചുമതലയാണ് ഇപ്പോൾ ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത്. മാത്രമല്ല മുണ്ടക്കൈ പ്രദേശത്തെ സംബന്ധിച്ച് ഇത്ര വൈകിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ ആദ്യമായിട്ടായിരിക്കും കൃത്രിമമായിട്ടുള്ള വെളിച്ച സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിക്കൊണ്ട് ഇത്രയും സമയം നീണ്ടു നിൽക്കുന്ന ഒരു ഓപ്പറേഷൻ നടത്തുക. ഇനി ഈ സ്ഥലത്ത് നിന്ന് ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ നിന്നും ഒരു മനുഷ്യനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് ഈ രക്ഷാദൌത്യത്തിനിടയിൽ ഇത്തരത്തിൽ ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ദിവസങ്ങൾ നീണ്ടുനിന്ന ദൌത്യത്തിനിടയിലെ വലിയ ഒരു നാഴികക്കല്ലായി മാറും. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തുന്ന ഒരു സുവർണ ലിപിയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നേരത്തെ ഇവിടെ നിന്ന് മടങ്ങിയ ഇത്തരത്തിലുള്ള SKSSFന്റെയും DYFIയുടെയും
SYSന്റെയും ഒക്കെ തന്നെ ഈ പ്രദേശത്തെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള ഏറെ ദിവസമായി ഈ പ്രദേശത്ത് ജോലി ചെയ്ത് തഴക്കം വന്ന സന്നദ്ധ സേവകരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരുടെ കൂടി സഹായത്തോടു കൂടിയായിരിക്കും ഈ വൈകിയ വേളയിലും ഇവിടെ എന്തായാലും ഇത്തരത്തിൽ ഒരു രക്ഷാദൌത്യം പുരോഗമിക്കുക. അവരും വലിയ പ്രതീക്ഷയിലാണ്. അവരെല്ലാവരും തന്നെ ഇവിടെ സംഘടിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ആളുകൾ കൈകൾ കൃത്യമായി തടഞ്ഞു വെച്ചുകൊണ്ട് ഇവിടെ കെട്ടിടാവശിഷ്ടങ്ങൾക്കടുത്തേക്ക് അല്ലെങ്കിൽ ഭാഗികമായി നിൽക്കുന്ന കെട്ടിടം തകർക്കുന്ന സ്ഥലത്ത് യാതൊരു തരത്തിലുള്ള അപകടം ഉണ്ടാവാതിരിക്കാനുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് വിവിധ സംഘടനകളിൽ നിന്നുള്ള വളണ്ടിയർമാരും മറ്റ് ഭാഗത്ത് സൈന്യവുമാണ് ഇത്തരത്തിൽ ആളുകളെ നിയന്ത്രിക്കുന്നത്. ഇനി ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ മുൻകാലങ്ങളിൽ ഓഫീസുകളും വാടക സ്റ്റോർ അടക്കമുള്ള സ്ഥാപനങ്ങളും വിവിധ ക്ലബ്ബുകളും പാർട്ടി ഓഫീസുകളും വരെ പ്രവർത്തിച്ചിരുന്ന മുണ്ടക്കൈ അങ്ങാടിയെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യം അർഹിച്ചിരുന്ന ഒരു കെട്ടിടമായിരുന്നു ഇത്. ആ കെട്ടിടം ഇപ്പോൾ ഭാഗികമായാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇതിന്റെ അടിത്തറയ്ക്കടക്കം കാര്യമായ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഇപ്പോൾ കെട്ടിടത്തെ പൂർണ്ണമായും പൊളിച്ചു മാറ്റിക്കൊണ്ടായിരിക്കും ഇതിലൂടെ താഴത്തേക്ക് വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ ഒരു സൗകര്യം ഒരുക്കി നൽകുക. മാത്രമല്ല നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യം കൂടിയാണ്, പാലത്തിന് അതിന് തൊട്ടരികിലായുള്ള ഒരു കുഞ്ഞു കോൺക്രീറ്റ് പാലമുണ്ട്. ആ പാലത്തിന് ബലക്ഷയം ഉണ്ടാവാനുള്ള സാധ്യത മുൻകൂട്ടിയാണ് ഇപ്പോൾ ഇവിടെ ഒരു പ്ലാൻ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തീർച്ചയായും പറയേണ്ടി വരും. പ്രജീഷ്.